സർക്കാർ വരും മുൻപ് തന്നെ സ്ഥലം മാറ്റത്തിന് കത്ത് നൽകി NGO അസോസിയേഷൻ. ട്രഷറി ഡിപ്പാർട്ട്മെന്റിലെ സ്ഥലം മാറ്റത്തിനാണ് കോട്ടയം ജില്ലാ പ്രസിഡന്റ് ലെറ്റർ പാഡിൽ കത്ത് നൽകിയത്. കത്തിന്റെ പകർപ്പ് ന്യൂസ് 18 ലഭിച്ചു. കത്ത് നൽകിയതിൽ ചട്ടവിരുദ്ധമായി ഒന്നുമില്ല എന്ന് NGO അസോസിയേഷൻ വ്യക്തമാക്കുന്നു. ആരെയും ബുദ്ധിമുട്ടിക്കുന്ന തരത്തിൽ സ്ഥലം മാറ്റത്തിന് ശുപാർശയില്ല എന്ന് നേതാക്കൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. G. ശ്രീജിത്ത് ചേരുന്നു കോട്ടയത്ത് നിന്ന് വിവരങ്ങളുമായി. ശ്രീജിത്ത്, ഇതിൽ അസാധാരണമായിട്ടൊന്നുമില്ല. കാരണം 10 വർഷമായി NGO അസോസിയേഷൻ്റെ കാര്യങ്ങൾ നിയന്ത്രിക്കാൻ കഴിഞ്ഞിരുന്നില്ല. പ്രത്യേകിച്ച് ഇപ്പോൾ ട്രാൻസ്ഫറിൻ്റെ സമയമാണ്. സ്വാഭാവികമായും ഭരിക്കുന്ന പാർട്ടിയുടെ കീഴിലുള്ള സർവീസ് സംഘടനകളായിരിക്കും കാര്യങ്ങൾ സാധാരണ പണ്ട് മുതലേ നിയന്ത്രിക്കാറുള്ളത്. അതിൻ്റെ ഭാഗമായിട്ടാകാം അവർ കത്ത് നൽകിയത്. പക്ഷേ ഇവിടെ എന്താണ് ചട്ടവിരുദ്ധമായിട്ടുള്ളത്? ഈ സർക്കാർ വരും മുൻപ് അത്തരമൊരു ഇടപെടലുകൾ NGO അസോസിയേഷൻ നടത്തി തുടങ്ങിയെന്നാണോ മനസ്സിലാക്കേണ്ടത്? അതെന്തായാലും നടത്തി തുടങ്ങിയിട്ടുണ്ട് ടോം. അതാണ് ഈ രേഖകൾ വ്യക്തമാക്കുന്നത്. അസാധാരണമെന്ന് പൊതുവെ എതിർകക്ഷികൾ, ഇതിന് എതിർഭാഗത്തുള്ളവർ ചൂണ്ടിക്കാട്ടുന്നത് ഇത്തരം കത്തുകൾ നൽകിയുള്ള ഇടപാടുകളാണ്. സാധാരണഗതിയിൽ രാഷ്ട്രീയമായി തന്നെയാണ് ഇത്തരം ആളുകളുടെ നിയമനവും കാര്യങ്ങളും ഒക്കെ നടക്കുന്നത്. പക്ഷേ ലെറ്റർ ഹെഡിൽ ഇങ്ങനെ ഒരു കത്ത് നൽകി അതാണ് ഫലത്തിൽ ഒരു പ്രശ്നമായി ചൂണ്ടിക്കാണിക്കുന്നത്. പക്ഷേ NGO അസോസിയേഷൻ അത് നിഷേധിക്കുകയാണ്. അവർ ചൂണ്ടിക്കാണിക്കുന്നത് ഇതിൽ അസാധാരണമായി ഒന്നുമില്ല എന്ന് തന്നെയാണ്. രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരു സംഘടനയാണ് തങ്ങളുടേത്. അതുകൊണ്ട് തന്നെ തങ്ങളുടെ അംഗങ്ങൾക്ക് ഈ ഭരണ സൗകര്യാർത്ഥം എന്ന നിലയിലാണ് ഇവർ സ്ഥലംമാറ്റം ആവശ്യപ്പെടുന്നത്. പക്ഷേ ഭരണ സൗകര്യാർത്ഥം എന്നുള്ളത് സാധാരണ സർക്കാരാണ് തീരുമാനിക്കുന്നത്. എങ്ങനെയാണ് ആരുടെയൊക്കെ നിയമനം എവിടെ നടത്തി എങ്ങനെയൊക്കെയാണ് ഭരണം സുഗമമാക്കുക എന്ന സംബന്ധിച്ച് തീരുമാനമെടുക്കുക. അതേ കാര്യം തന്നെ NGO അസോസിയേഷൻ തന്നെ ചെയ്യുന്നു. സർക്കാർ ഫലത്തിൽ ചെയ്യേണ്ട കാര്യമാണ്. ഇത് കേവലം UDF മാത്രം ചെയ്യുന്നു എന്നൊരു തരത്തിൽ നമുക്ക് പറയാൻ കഴിയില്ല. ഇടത് സർക്കാരിന്റെ കാലത്തും ഇടതുപക്ഷവും ഒക്കെ ഈ നിലയിൽ തന്നെ ട്രാൻസ്ഫറുകളൊക്കെ തന്നെ അവരുടെ ഇഷ്ടക്കാരെ ഇഷ്ടമുള്ള സ്ഥലത്ത് നിയമിക്കുന്ന രീതി തന്നെയാണ് ഉണ്ടാകുന്നത്. പക്ഷേ ഈ ഒരു കാര്യമാണ് NGO മറ്റ് ഇതിനെ എതിർക്കുന്നവർ ചൂണ്ടിക്കാണിക്കുന്ന കാര്യം. എന്തായാലും മറ്റൊരു കൗതുകം ഇതാണ്, സർക്കാർ മുഖ്യമന്ത്രി ആരെന്ന് പോലും തീരുമാനമെടുക്കാൻ കോൺഗ്രസിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അതുവരെയുള്ള ചർച്ചകൾ തുടരുന്നതേ ഉള്ളൂ. പക്ഷേ അതിന് മുൻപ് തന്നെ പണി തുടങ്ങി ഈ നിലയിൽ എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ദിവസം വിദ്യാഭ്യാസ വകുപ്പിലും സമാനമായ രീതിയിലുള്ള ചില ട്രാൻസ്ഫർ നടപടിക്രമങ്ങളുടെ വിവരം വാർത്തയാകുകയോ വിവാദമാകുകയോ ഒക്കെ ചെയ്തിരുന്നു. എന്തായാലും ട്രാൻസ്ഫറുകൾ ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷെ അതിന് ഈ രീതിയിൽ ഉള്ള ഈ കത്ത് നൽകി അത് ഫലത്തിൽ അത് പുറത്തു വരുന്നതോടുകൂടിയാണ് അതൊരു ഇങ്ങനെയൊക്കെയാണ് നടക്കുന്നതെന്ന ആളുകൾക്ക് വ്യക്തമാകുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോകുന്നത് കേട്ടോ. എന്തായാലും ഈ പറഞ്ഞതുപോലെ നേരത്തെ കഴിഞ്ഞ 10 വർഷം ഈ NGO അസോസിയേഷന് യാതൊരു റോളുമില്ലായിരുന്നു. എനിക്ക് തോന്നുന്നു പല ജീവനക്കാരും സാധാരണ ഭരണം മാറുമ്പോൾ 2 പക്ഷത്തേക്കും മാറി മറിയാറുണ്ട്. ഇനി NGO അസോസിയേഷനെ ആശ്രയിച്ച് മുന്നോട്ട് പോകാൻ കഴിയുമെന്ന് ജീവനക്കാർ ഉൾപ്പെടെ മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ തലപ്പത്തിരിക്കുന്നവർ ഇപ്പോഴും ഇടതുപക്ഷ യൂണിയനിൽപ്പെട്ടവരാണ്. ഒരുപക്ഷെ ഈ രീതിയിലുള്ളൊരു സമ്മർദ്ദം അല്ലെങ്കിൽ ഈ രീതിയിലുള്ള നിയന്ത്രണങ്ങളൊക്കെ NGO അസോസിയേഷൻ എടുക്കുമ്പോൾ അത് സ്വാഭാവികമായും ഈ ജീവനക്കാരെ ഒരു പകവിട്ടുന്ന രീതിയിൽ, സാധാരണ ആ രീതിയിൽ സ്ഥലം മാറ്റി പകവിട്ടലിൻ്റെ ഭാഗമായി സ്ഥലം മാറ്റുക, ദൂരസ്ഥലത്തേക്ക് വിടുക, അത്തരമൊരു ഇടപെടലൊക്കെ ഈ അസോസിയേഷൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമോ? എന്തായാലും ഈ കത്തിൽ പ്രകാരം അങ്ങനെ ഒരു പകവീട്ടിൽ നടപടിയൊന്നും ഉണ്ടാകുന്നില്ല എന്നാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത്. ഇതിൽ മറ്റ് ജീവനക്കാരും അങ്ങനെ പ്രതികരിക്കില്ല മാധ്യമങ്ങൾക്ക് മുന്നിൽ. പക്ഷെ പകവീട്ടിലൊക്കെ കാലങ്ങളായി ഈ സർക്കാർ സംവിധാനങ്ങളിൽ നടക്കാറുള്ളതാണ്. വളരെ ദൂരേക്ക് ട്രാൻസ്ഫർ അടിക്കുക. പോലീസിലാണെങ്കിൽ കഴിഞ്ഞ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് നമ്മൾ കണ്ടതാണ്. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ ഗൺമാന്മാരായി സഞ്ചരിച്ചിരുന്ന കാറിലുണ്ടായിരുന്നവരെല്ലാം തൊട്ടടുത്ത ദിവസം തന്നെ ട്രാഫിക്കിൽ ഇറക്കിയിടുന്ന കാഴ്ചയാണ് കണ്ടത്. ഇത്തരം കാഴ്ചകൾ സർക്കാർ മാറുമ്പോൾ വളരെ വിസിബിളായി തന്നെ പുറത്തു വരുന്ന കാഴ്ചകൾ തന്നെയാണ്. പക്ഷേ ഇവിടെ ഈ എതിർ കക്ഷികൾ ചൂണ്ടിക്കാണിക്കുന്നത് ഇതിൽ ചട്ടലംഘനമായിട്ട് ഇങ്ങനെ കത്തൊക്കെ കൊടുത്ത് മാറ്റുക എന്നുള്ളത് അത് ശരിയായ നടപടിയല്ല എന്നൊക്കെ പറയുന്നു. പക്ഷേ കത്തുകൾ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും, ഇനി കത്തുകൾ പുറത്തു വന്നിട്ടില്ലെങ്കിലും ഇത്തരം നടപടികൾ കാലങ്ങളായി നടക്കുന്നു. പകവീട്ടലുകൾ, പ്രതികാരങ്ങൾ ഒക്കെ കാലങ്ങളായി നടക്കുന്നു. കുറെ പേർ ഭരണം മാറുമ്പോൾ അതിനനുസരിച്ച് യൂണിയൻ മാറുന്നു. ഏത് ഭരണകക്ഷിയിലാണോ ആർക്കാണോ ഭരണമുള്ളത് അതിലേക്ക് ചേരുക. ഇതെല്ലാം കാലങ്ങളായി നടക്കുന്ന കാഴ്ചകളാണ്. പ്രത്യേകിച്ച് സ്വന്തം കാര്യം സുഗമമായി പോകണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് ഈ വലിയ നേതാക്കളല്ലാതെയുള്ള ഒരു വിഭാഗമെങ്കിലും. അതൊക്കെ ഇനിയും കാണേണ്ടി വരും.
വ്യക്തമാണ്. എന്തായാലും NGO അസോസിയേഷൻ കാര്യങ്ങൾ നിയന്ത്രിച്ചു തുടങ്ങി. ഇനിയോ കാരണം കഴിഞ്ഞ 10 വർഷം അവർ പ്രതിപക്ഷത്തായിരുന്നു. പല NGO അസോസിയേഷൻ്റെ അംഗങ്ങളെ അല്ലെങ്കിൽ നേതാക്കളെയൊക്കെ ദൂരസ്ഥലങ്ങളിലേക്ക് ഈ പ്രതികാര നടപടിയായി സ്ഥലം മാറ്റിയെന്ന ആക്ഷേപമൊക്കെ അവർ നേരത്തെ ഉയർത്തിയിട്ടുള്ളതാണ്. ഇനി അവർ തിരിച്ചടി നൽകുമോ, തിരിച്ച് പ്രതികാരം ചെയ്യുമോ എന്നതാണ് കണ്ടറിയേണ്ടത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.